ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. പാലക് പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ പാലക്ക് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതൊന്ന് ബോയിൽ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അധികം തിളച്ചിട്ടില്ല. തിളക്കാൻ പോകുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കഴുകി ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ്സോളം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. 10 മിനിറ്റ്സ് കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ഇതൊരു 90% കുക്കായിട്ട് നമുക്ക് കിട്ടും. ഇതാ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് ഗ്രീനിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാലക്കിനെ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ബൗളിൽ കുറച്ച് നോർമൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളെ തിളപ്പിച്ച് കുക്ക് ചെയ്യാൻ വെച്ച പാലക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സോളം ഇതിൽ തന്നെ കിടക്കണം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഞാനിവിടെ 1 സ്പൂണ് ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ജീരകം ഇതാ ഇവിടെ ഒന്ന് എന്താ പറയുക പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് മാറും. ആ ഒരു സമയത്താണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 25 ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ജിഞ്ചർ ഒന്ന് ചതച്ചത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ 1 സ്പൂണ് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ഗ്രീൻ ചില്ലി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റല്ല, അതിൻ്റെ ഒരു എന്താ പറയുക പച്ചമണമൊക്കെ മാറിയിട്ട് കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയന് ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ ഒരു ഉള്ളി. ഒരു മീഡിയം സൈസുള്ള ഒന്നോ അല്ലെങ്കിൽ ഒരു 1.5 ഉള്ളി വരെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. സാധാരണ പാലക് പനീർ വെക്കുന്ന നേരം ഉള്ളി അധികം കുക്കാവില്ല. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് അധികം ഉള്ളി ഇങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കുറച്ചധികം നേരം കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാലക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായിപ്പോൾ ഇവിടെ നിങ്ങൾ കാണും നല്ല ഗ്രീനിഷ് കളറായിട്ട് ഫുൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പം ഇതാ ഉള്ളി ഒന്ന് കുറച്ചൊരു കളറൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുക്കാവാനായിട്ടുണ്ട്. അപ്പം അതൊന്ന് കുക്കായി വരട്ടെ. ഇത് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജാണിപ്പം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള
പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്ന് നമ്മൾ ഉള്ളിലേക്കും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1 സ്പൂണ് റെഡ് ചില്ലി പൗഡർ, അതായത് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രോസൺ പനീറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത് അത് വെച്ചിട്ട് പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പനീർ ഇട്ടിട്ടൊരു 5 to 10 മിനിറ്റ്സ് വരെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീമൊക്കെ പിരിഞ്ഞിട്ട് ഒരു തരിതരി പോലെ ആയിപ്പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരു ക്രീം ആഡ് ചെയ്ത് ഒന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കണം. അധികം എന്താ പറയുക, ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇത് ക്രീം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചൊരു സമയം കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മളെ പാലക് പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ അതിൻ്റെ മുകളിൽ കുറച്ചൊരു ക്രീമും അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. നിങ്ങൾ എന്തുതന്നെയായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലക് പനീർ റെസിപ്പിയാണിത്.